എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ നോക്കുന്നത് വരാൻ പോകുന്ന CPയുടെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 20 മാർക്കിൻ്റെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ, അതായത് മലയാളം 10, ഇംഗ്ലീഷ് 10, ബാക്കി GK ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തികച്ചും ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യാമെന്നറിയോ, CPയുടെ എക്സാം എഴുതുന്ന ആൾക്കാർ ആ ഒരു ലാഘവത്തോടെ തന്നെ ഇതിനെ കാണുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കാം. ആദ്യത്തെ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കാം. അതായത് 1957 ആസൂത്രണ ബോർഡിൽ ഉൾപ്പെടുന്നവരായിരിക്കാം. ഒന്ന് MK ഹമീദ് ഉണ്ട്, ജോസഫ് മുണ്ടശ്ശേരി ഉണ്ട്, K മാത്യു കുര്യൻ ഉണ്ട്, 4 VR കൃഷ്ണയ്യർ ഉണ്ട്, KB മേനുണ്ട്. ഇവരാരൊക്കെയാണ്? ഇതിൽ ആരൊക്കെയാണ് ആദ്യത്തെ ആസൂത്രണ ബോർഡിൽ അംഗമായിരുന്നവർ ആയിരിക്കാം? ഒന്ന് ഡോക്ടർ MK ഹമീദ് ഉണ്ട്, ജോസഫ് മുണ്ടശ്ശേരി ഉണ്ട്, അതേപോലെ K മാത്യു കുര്യൻ ഉണ്ട് കേട്ടോ. ഇവർ 3 പേരുമാണ് ആദ്യത്തെ ആസൂത്രണ ബോർഡിൽ അംഗമായിരുന്ന വ്യക്തികൾ. അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ, 1, 2, 3 എന്നത്. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയായിരിക്കും? കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ. ഓപ്ഷൻ എ ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ 15%, പാർലമെന്റിലെ ഓപ്ഷൻ ബി പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളുടെ 15%, ഓപ്ഷൻ സി രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ 15%, ഓപ്ഷൻ ഡി പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ 15%. കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയായിരിക്കും? ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ 15% കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ക്വസ്റ്റ്യനും കൂടി അതേ രീതിയിലുള്ളതുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് കണ്ടത്? അതായത് നമ്മൾ ഭരണഘടനയിൽ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ, അതിൽ താഴെ പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് കണ്ടെത്താം? ഏതൊക്കെയാണ് സ്റ്റേറ്റിൽ ഒന്ന് പോലീസ് ഉണ്ട്, ഫാക്ടറി ഉണ്ട്, ജനനമരണ രജിസ്ട്രേഷൻ ഉണ്ട്, വ്യവസായങ്ങളുണ്ട്. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാ? ഒന്ന് പോലീസും അതുപോലെ വ്യവസായങ്ങളുമാണ് കേട്ടോ. ഓപ്ഷൻ D ആണ് ആൻസർ. പോലീസും അതുപോലെ വ്യവസായങ്ങളുമാണ് എന്ത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? താഴെ തന്നിരിക്കുന്ന 4 ആളുകളിൽ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഒന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്, CAG ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്. ഇതിൽ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാത്തത് ആരാ? ഇംപീച്ച്മെന്റിൽ ഉൾപ്പെടുന്നതിൽ ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഉപരാഷ്ട്രപതി എന്തല്ല ഇംപീച്ച്മെന്റിലൂടെയല്ല പുറത്താക്കുന്നത്. ബാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ സുപ്രീം കോടതി ജഡ്ജി, CAG ഒക്കെ എങ്ങനെയാണ് പുറത്താകുന്നത്? ഇംപീച്ച്മെന്റിലൂടെയാണ് പുറത്താകുന്നത്. ഇത് PYQ ആണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. തെറ്റാണ് വേണ്ടത്, തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അനുസരിച്ച് 2007 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഓപ്ഷൻ ബി പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയാണ്. ഓപ്ഷൻ സി ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയാണ്. ഓപ്ഷൻ ഡി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലവിലെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി VP ജോയി ആണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കണ്ടെത്തുക? ഏതാ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഓപ്ഷൻ D ആണ് കേട്ടോ. തെറ്റായ പ്രസ്താവന ഏതാ? നിലവിൽ വൈസ് ചെയർമാൻ, അതായത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരല്ല? VP ജോയി അല്ല, ആരാണ്? വേണു ആണ് കേട്ടോ. വേണു ആണ് നിലവിൽ നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, കേരളത്തിലെ നീർത്തടങ്ങളിൽ നിന്ന് മണൽ വാരൽ നിരോധിച്ചിട്ടുള്ള തണ്ണീർത്തട സംരക്ഷണത്തിലെ നിയമത്തിലെ വകുപ്പ് ഏതാണ്? കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണൽ വാരൽ നിരോധിച്ചിട്ടുള്ള തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഏതാ? ഓപ്ഷൻ D ആണ് കേട്ടോ. വകുപ്പ് 11 ആണ്. ഏഴാമത്തെ ചോദ്യം, തൊഴിലുറപ്പ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? തൊഴിലുറപ്പ് ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസം, തൊഴിലുറപ്പ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാ? ഫെബ്രുവരി 2 ഓപ്ഷൻ എ ഫെബ്രുവരി 2. എട്ടാമത്തെ ചോദ്യം, അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അങ്കണവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഏതാണ്? അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അങ്കണവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഏതാ?
അന്നപ്രധായിനി കേട്ടോ, അന്നപ്രധായിനി. ഓപ്ഷൻ ബി അന്നപ്രധായിനി. 9ാമത്തെ ചോദ്യം, ബഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ്? ബഞ്ചൻ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ഏതിൻ്റെയാ? ഓപ്ഷൻ ബി നർമ്മദയാണ് അല്ലെ. ഹിരൺ ബഞ്ചനൊക്കെ ഏതിൻ്റെയാ? നർമ്മദയുടേതാണ്. 10ാമത്തെ ചോദ്യം പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. 1. ഫോസിലുകളിൽ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. 2. പരൽ രൂപമില്ലാത്ത ശിലയാണ് ബാഹ്യജാതശില. പരൽ രൂപമില്ലാത്ത ശിലയാണ് ഏത്? ബാഹ്യജാതശില. 3. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാ ഇതിൽ ശരിയായ പ്രസ്താവനകൾ? 2ഉം 3ഉം അല്ലേ. ഒന്നാമത്തെ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശിലാണോ? അല്ലല്ലേ. ഏതാ? അവസാദ ശിലയിലാണ് ഇത് ഫോസിലുകൾ കാണപ്പെടുന്നത്. രണ്ടാമത്തത് പരരൂപമില്ലാത്ത ശിലയാണ് ഇത്? ബാഹ്യജാതശില. ശരിയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ഇത്? ആഗ്നേയശില എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനകളുള്ളൂ. ഇനി 11ാമത്തെ ചോദ്യം, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമാണ്? മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമാണ്? ഏതിൻ്റെയാ? വജ്രമാണ് അല്ലെ. ഓപ്ഷൻ ഡി വജ്രത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഇത്? മധ്യപ്രദേശിലെ പന്ന എന്ന് പറയുന്നത്. ഈ 12ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാ? ഓപ്ഷൻ ബി ചൈനയാണ്. 13ാമത്തെ ചോദ്യം പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. 2. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വനിതയാണ് ആനി ബസന്റ്. 3. സരോജിനി നായിഡുവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് രാജകീയ മുരളി, ദ പൊസിഷൻ ഓഫ് വിമൻ എന്നിവ. ആനി ബസന്റ് പാരീസിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തൽവാർ. 4 പ്രസ്താവനകളാണുള്ളത്. ഇത് 4ാമത്തെ പ്രസ്താവനയാണ്. ഇത് 4ാമത്തെ പ്രസ്താവന. അപ്പോൾ 4 പ്രസ്താവനകളാണ്. ഈ 4 പ്രസ്താവനകൾ വിലയിരുത്താം. ഏതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ വരിക. 1, 2 ശരിയാണ്. 3, 4 എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. ഇനി 14ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ 1 സത്താറയുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ജുനഗഡ് ഉണ്ട്, ഇൻഡോർ ഉണ്ട്, ഝാൻസി ഉണ്ട്, നാഗ്പൂർ ഉണ്ട്, തഞ്ചാവൂർ ഉണ്ട്. ഇപ്പോൾ 7 നാട്ടുരാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ? 1 സത്താറയുണ്ട്, പിന്നെ ഹൈദരാബാദ് ഉണ്ട്, ജുനഗഡ് ഉണ്ട്, പിന്നെ ഝാൻസി കേട്ടോ. അങ്ങനെ ഒപ്പം 1, 2, 3, 5 ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 5 ഇതൊക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ. ഇനി 15ാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? 1. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. 2. വിദ്യാസമ്പന്നർക്കിടയിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ ഒതുക്കി നിർത്താൻ ഗാന്ധിജിക്ക് സാധിച്ചു. 3. ഗ്രാമപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് പട്ടണങ്ങളിലും ചെറിയ രീതിയിൽ വേരോട്ടമുണ്ടാകാൻ സാധിച്ചു. 4. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ഗാന്ധിജി മാറി. ഇതിൽ ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയാ? 1. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിദ്യാസമ്പന്നർക്കിടയിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ ഒതുക്കി നിർത്താൻ സാധിച്ചു എന്നുള്ളത് തെറ്റാണ്. 3. ഗ്രാമപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് പട്ടണങ്ങളിലും ചെറിയ രീതിയിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. അതും എന്താണ്? തെറ്റാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വേണ്ടത്. 4. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വീകാര്യനായ നേതാവായിട്ട് ആര് മാറി? ഗാന്ധിജി മാറി. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? 1ഉം 4ഉം മാത്രമേ ശരിയുള്ളൂ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 16ാമത്തെ ചോദ്യം, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ട മെറ്റേണി ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ട മെറ്റേണി ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഏത് രാജ്യത്തെയാ? ഓപ്ഷൻ ബി ആണ് ഓസ്ട്രിയ. ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? മെറ്റേണി. 17ാമത്തെ ചോദ്യം, ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം, തിരുവിതാംകൂറിലെ ഉത്തരവാദപരണ പ്രക്ഷോഭം, 4 നിവർത്തന പ്രക്ഷോഭം.
അപ്പോൾ ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ശരിയായ കാലക്രമം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വർഷം അറിയണം അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരം ഏതാ വർഷം? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം എന്ന 34 20, 25, 27, 34, 37 വർഷങ്ങളിലാണ് ആര് വരുന്നത്? ഗാന്ധിജി വരുന്നത്. അപ്പോൾ 34 ഗാന്ധിജിയുടെ 4ാം സന്ദർശനം. തിരുവിതാംകൂർ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 38, നിവർത്തന പ്രക്ഷോഭം 32 അല്ലേ? അപ്പോൾ ആദ്യം നടന്ന സംഭവം ഏതാ? 32 എന്ന് പറയുമ്പോൾ നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ ആദ്യം വരേണ്ടത് 4 അല്ലേ? 4. പിന്നെ 2 വരേണ്ടത് 34 നടന്ന കേരള സന്ദർശനം. അപ്പം 4, 2 ഒന്ന് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. 4, 2, 1, 3 അല്ലേ? 1 ഏതാ? 36, 32, 34, 36, 38 അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പോൾ ആദ്യം നടന്നത് നിവർത്തന പ്രക്ഷോഭം, പിന്നെ നടന്നത് ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 18ാമത്തെ ചോദ്യം, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് ഉൽപാദന രീതി അല്ലാണ്ട് ഉൽപാദന രീതിയിലാണ് അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ച ദിവസം ഏതായിരുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ എന്നായിരുന്നു അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28 അല്ലേ? 2023 സെപ്റ്റംബർ 28. 20 അവസാനമായിട്ട് ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം ഏതാണ്? അവസാനമായിട്ട് ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം ഏതാണ്? ഏത് വർഷമായിരുന്നു? 2008 കേട്ടോ. 2008 അവസാനമായിട്ട് ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. ഇനി 22ാമത്തെ ചോദ്യം, പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ഏതാണ്? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ഏതാ? സ്കാർകോമിയർ അല്ലെ? സാർക്കോമിയർ ആണ്. ഓപ്ഷൻ ബി സാർക്കോമിയർ. 23 മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്. 1 ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, 2 നിപ്പ, 3 എബോള, 4 സിക്കിസോഫ്രീനിയ, 5 ഏവിയൻ ഫ്ലൂ. ഇതിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് ഏതൊക്കെയാ? ജപ്പാൻ എൻസെഫലൈറ്റിസ് ഉണ്ട്, നിപ്പയുണ്ട്, എബോളയുണ്ട്, അതുപോലെ ഏവിയൻ ഫ്ലൂ ഉണ്ട്. അപ്പോൾ 1, 2, 3, 5 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 5. 24 ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ്? ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാ? ആഹാരത്തിലൂടെ ലഭിക്കാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ആണ് അല്ലേ? വൈറ്റമിൻ ഡി ആണ് ആഹാരത്തിലൂടെ ലഭിക്കാത്തത്. 25 ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ധാന്യം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? നടക്കുന്നത്? ചെറുകുടലിലാണ് അല്ലേ? ഓപ്ഷൻ ബി ചെറുകുടലിലാണ്. 26ാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ റെനിൻ വൃക്ക, ഓപ്ഷൻ ബി വാസോപ്രസിൻ ഹൈപ്പോതലാമസ്, ഓപ്ഷൻ സി റിലാക്സിൻ പ്ലാസൻറ്റ, ഓപ്ഷൻ ഡി ഗ്യാസ്ട്രിൻ ആമാശയം. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1 റെനിൻ വൃക്ക ശരിയാണ്, വാസോപ്രസിൻ ഹൈപ്പോതലാമസ് ആണ്, റിലാക്സിൻ പ്ലാസൻറ്റ, ഗ്യാസ്ട്രിൻ ആമാശയം. ഇതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവന. അപ്പോൾ ABCD എന്താ? ശരിയായ ജോഡികളാണ്. 27 ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? എന്താ കാരണം? പ്ലവക്ഷമ ബലമാണ്. ഓപ്ഷൻ ഡി പ്ലവക്ഷമ ബലമാണ്. ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കാൻ കാരണം എന്താ? പ്ലവക്ഷമ ബലമാണ്. 28 രണ്ടാം വർഗ ഉത്തോലകം എന്നാൽ എന്താണ്? രണ്ടാം വർഗ ഉത്തോലകം എന്നാൽ ഓപ്ഷൻ ബി യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്നത്, ഓപ്ഷൻ സി ദാരത്തിനും രോധത്തിനും ഇടയിൽ യത്നം വരുന്നത്, ഓപ്ഷൻ ഡി ദാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്നത്. ഇതിൽ രണ്ടാം വർഗ ഉത്തോലകം എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ. ദാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്നതാണ് ഏത്? രണ്ടാം വർഗ ഉത്തോലകം. രണ്ടാം വർഗം ഏതാ? ദാരത്തിനും യത്നത്തിനും ഇടയിലായിട്ട് രോധം വരുന്നത്. 29ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വക്രരേഖാ ചലനമാണ്. 2 ക്രിക്കറ്റ് ബോൾ എറിയുന്നത് പ്രൊജക്ടൈലിന്റെ ഉദാഹരണമാണ്.
3 മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണോ? ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരി? ഒരു കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വക്രരേഖാ ചലനമാണ്, തെറ്റാണ്. 2 ക്രിക്കറ്റ് ബോൾ എറിയുന്നത് പ്രൊജക്ടൈലിന് ഉദാഹരണമാണ്, ശരിയാണ്. 3 മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്, ആണോ? അതും ശരിയാണ്. അപ്പോൾ ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്തായിരിക്കും? കല്ല് എന്താ ചെയ്യുന്നത്? പരിക്രമണമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ 1, 2, 3 എന്തുള്ളൂ? ശരിയായ പ്രസ്താവനയുള്ളൂ. ഇനി 30ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ജൈവ മൂലകങ്ങളെ അവയുടെ അളവിൻ്റെ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ജൈവ മൂലകങ്ങളെ അവയുടെ അളവിൻ്റെ അവരോഹണ ക്രമത്തിൽ, അതായത് ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതിയാൽ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓക്സിജൻ. ഏറ്റവും കൂടുതൽ ഓക്സിജനാണ്, കാർബൺ, പിന്നെ ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ വരിക. ഓക്സിജന്, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ്. 31ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഗൊലുസാക്ക് ഉണ്ട്, അതുപോലെ അവഗാഡ്രോ ഉണ്ട്, ബോയിൽ ഉണ്ട്, ചാൾസ് ഉണ്ട്. മറുവശത്തുള്ളത് വാതകമർദ്ദം, വ്യാപ്തം, വാതക താപനില, വ്യാപ്തം, വാതകമർദ്ദം, താപനില, വാതക വ്യാപ്തം, തന്മാത്രകളുടെ എണ്ണം. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഗൊലുസാക്ക്. ഗൊലുസാക്ക് ഏതാ വരിക? വാതകമർദ്ദവും താപനിലയുമാണ് അല്ലേ. വാതകമർദ്ദവും താപനിലയും. അവഗാഡ്രോ ആണെങ്കിലോ വാതക വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവുമാണ്. പിന്നെ ബോയിൽ നിയമം ഏതാ? വാതകമർദ്ദവും വ്യാപ്തവുമായിരിക്കും. ചാൾസ് ആണെങ്കിൽ വാതക താപനിലയും അതുപോലെ വാതക വ്യാപ്തവുമായിരിക്കും. അപ്പോൾ ആൻസർ ഏതാ വരിക? 1 സി ആണ്, 2 ഡി ആണ്, 3 എ ആണ്, 4 ബി ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 32ാമത്തെ ചോദ്യം, ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുതരോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാണ്? ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുതരോധിയായിട്ടും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാണ്? ഏതാ? ജാൻ ടെല്ലർ മെറ്റലാണ്. ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ. 33 കേരളത്തിലെ 4 അമ്പലങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 അമ്പലങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ? തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഓപ്ഷൻ ഡി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 34 കേരളത്തിൽ സംഗീത നാടകത്തിനും മാറ്റം കുറിച്ചുകൊണ്ട് 1930 അരങ്ങേറ്റം നടത്തിയ കരുണ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ്? കേരളത്തിൽ സംഗീത നാടകത്തിന് മാറ്റം കുറിച്ചുകൊണ്ട് 1930 അരങ്ങേറ്റം നടത്തിയ കരുണ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചതാരാണ്? ആരാ? സെബാസ്റ്റ്യൻ കുഞ്ഞ് ഭാഗവതറാണ്. ഓപ്ഷൻ ബി സെബാസ്റ്റ്യൻ കുഞ്ഞ് ഭാഗവതർ. ഇത് PSC മുൻപേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 35ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ആരായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ആരാ? ജെ പാറുക്കുട്ടിയമ്മയാണ്. ഓപ്ഷൻ ബി ജെ പാറുക്കുട്ടിയമ്മ. 36 അദിതി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അദിതി അശോക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏതാ? ഓപ്ഷൻ സി ഗോൾഫ് താരമാണ് ആര്? അദിതി അശോക്. 37 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? അതായത് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ഓപ്ഷൻ എ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2ാമത്തെ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം. ഓപ്ഷൻ ബി 41 ദിവസം വേണം കൂടിയാട്ടം അവതരിപ്പിക്കാൻ. ഓപ്ഷൻ സി കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. ഓപ്ഷൻ ഡി നാട്യകൽപമുദ്രം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാ? ഓപ്ഷൻ എ അല്ലേ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2ാമത്തെ കലാരൂപം എന്നുള്ളത് തെറ്റാണ്, ആദ്യത്തെയാണ് അല്ലേ. 38 വ്യത്യസ്ത നെറ്റ്വർക്കിംഗ് മോഡലുകളിൽ പ്രവർത്തിക്കുന്ന 2 നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വ്യത്യസ്ത നെറ്റ്വർക്കിംഗ് മോഡലുകളിൽ ഉപയോഗിക്കുന്ന 2 നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ഗേറ്റ്വേ ആണ് കേട്ടോ, ഗേറ്റ്വേ ആണ്. 39 ചാറ്റ് GPT എന്നാൽ എന്താണ്? ചാറ്റ് GPT എന്നാൽ എന്താണ്?
എന്താ ജനറേറ്റീവ് പ്രീ ട്രെയിനഡ് ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. ജനറേറ്റീവ് പ്രീ ട്രെയിനഡ് ട്രാൻസ്ഫോമർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷണറെ നാമനിർദ്ദേശം ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശ കമ്മീഷണറെ നാമനിർദ്ദേശം ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരാണ്? ഓപ്ഷൻ എ ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ആരാ അംഗമല്ലാത്തത്? ലോക്സഭാ സ്പീക്കറാണ്. ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. 41 പോക്സോ ഭേദഗതി നിലവിൽ വന്നതെന്നാണ്? പോക്സോ ഭേദഗതി നിലവിൽ വന്നത് എന്നാ 2019 ഓഗസ്റ്റ് 16 ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 16. 42 പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് 1965 നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് 1965 നിയോഗിച്ച കമ്മിറ്റി ഏതാ? ഇളയ പെരുമാൾ കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ഇളയ പെരുമാൾ കമ്മിറ്റി. 43ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാവുന്ന സന്ദർഭങ്ങളിൽ ശരിയായവ അല്ലാത്തത് ഏതാണ്? അതായത് തെറ്റാണ് വേണ്ടത്. ഓപ്ഷൻ എ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക, ഓപ്ഷൻ ബി ജീവനു ഹാനികരമോ സുരക്ഷിതമോ അല്ലാത്ത സാധനങ്ങൾ വിൽക്കുക, ഓപ്ഷൻ സി വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുക, ഓപ്ഷൻ ഡി വിൽപ്പന മന്ദഗതിയിലാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഇതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാവുന്ന സന്ദർഭങ്ങളിൽ ശരിയായവ അല്ലാത്തതേതാണ്? ഏതാ? വിൽപ്പന മന്ദഗതിയിലാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക എന്നതാണ് കേട്ടോ. 44ാമത്തെ ചോദ്യം, അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ഏത് കേസിലെ വിധിയിലാണ് കോടതി പരാമർശിച്ചത്? അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് ഏത് കേസിലെ വിധിയിലാണ് കോടതി പരാമർശിച്ചത്? ഏത് കേസിലാണ്? വിശാഖ കേസിലാണ്. ഓപ്ഷൻ ബി വിശാഖ കേസിലാണ്. 45 ഇവയിൽ ബ്രൗസറുകൾക്ക് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 5 എണ്ണത്തിൽ ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാണ് ഇതിലെ വെബ് ബ്രൗസറുകൾ? ഒന്ന് ബ്രേവ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, സഫാരി ഉണ്ട്, ടോർ ഉണ്ട്, വിവലാഡി ഉണ്ട്. ഏതാ? ഇതൊക്കെ എന്ത് തന്നെയാണ് കേട്ടോ? ബ്രൗസറുകൾക്ക് ഉദാഹരണം കേട്ടോ. 5 എണ്ണം ഏതാ? ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. 46 ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതായിരുന്നു? ഇസ്രായേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതായിരുന്നു? അജയ് അല്ലെ, ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ അജയ് ആണ്. 47 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കളിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കളിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാ? ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡാനിയേല മക്ഗേഹി ആണ് കേട്ടോ. ഡാനിയേല മക്ഗേഹി. ഓപ്ഷൻ ഡി ഡാനിയേല മക്ഗേഹി. 48ാമത്തെ ചോദ്യം, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. 2 ഇന്ത്യയിൽ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് തെലങ്കാനയിലാണ്. 3 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 4 കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്, ശരിയാണ്. 2 ഇന്ത്യയിൽ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ്. 3 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാ? കാലിക്കറ്റ് സർവകലാശാല എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ഏതാ? കേരള യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാ? കേരള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി 4ാമത് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. തെറ്റാണ്. എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. 3ഉം 4ഉം എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ
സി ആണ് 1, 2 ശരി, 3, 4 തെറ്റാണ്. 49ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ UPI ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ബാങ്ക് അല്ല, സർവീസ്. രാജ്യത്തെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത് ആരായിരുന്നു? ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. ഓപ്ഷൻ ബി ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. 50 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് 1 ലൂയിസ് ഇബ്രോസ് ഉണ്ട്, ആൻ ലൂയിലി ഉണ്ട്, ഫെറൻ ക്രൗസ് ഉണ്ട്, പിയറി അഗസ്റ്റോനി ഉണ്ട്. ആരാ ഇതിൽ ഉൾപ്പെടാത്തത്? ലൂയി ഇബ്രോസ് ആണല്ലേ, ലൂയി ഇബ്രോസ്. ഓപ്ഷൻ എ ആണ് ലൂയി ഇബ്രോസ്. 51ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാനരവസൂരി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാനരവസൂരി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? എവിടെയായിരുന്നു? തൃശ്ശൂരാണ്. ഓപ്ഷൻ എ തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ 50 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ലിസൺഡ് മോർ കെയർഫുള്ളി യു ഡാഷ് സോ മെനി മിസ്റ്റേക്ക്. ഇഫ് യു ലിസൺഡ് മോർ കെയർഫുള്ളി യു ഡാഷ് സോ മെനി മിസ്റ്റേക്ക്. എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഇഫ് ക്ലോസ് ആണ്, ലിസൺഡ് ആണ്. ഇഫ് യു ലിസൺഡ് എന്നാണ്. എന്തായിരിക്കും വരിക? വുഡ് നോട്ട് മേക്ക് അല്ലേ, വുഡ് നോട്ട് മേക്ക്. ഓപ്ഷൻ സി വുഡ് നോട്ട് മേക്ക്, യു വുഡ് നോട്ട് മേക്ക് സോ മെനി മിസ്റ്റേക്ക് എന്നാണ് ആൻസർ വരിക. 52ാമത്തെ ചോദ്യം, ഓൾ ലിവിങ് തിങ്സ് ഡാഷ്. ഓൾ ലിവിങ് തിങ്സ് ഡാഷ്. എന്താ വരിക? ഓപ്ഷൻ ബി ബ്രീത്ത് ആണ്, ബ്രീത്ത്. ഓൾ ലിവിങ് തിങ്സ് ബ്രീത്ത്. 53ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇഡിയം ടു കട്ട് ദി കോർണേഴ്സ്? ടു കട്ട് ദി കോർണേഴ്സ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കാം. എന്താ വരിക? ടു ഡു സംതിങ് ഇൻ ദ ലീസ്റ്റ് എക്സ്പെൻസീവ് മാനർ. ടു കട്ട് ദി കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡു സംതിങ് ഇൻ ദ ലീസ്റ്റ് എക്സ്പെൻസീവ് മാനർ എന്ന് കേട്ടോ. 54ാമത്തെ ചോദ്യം, സിനോണിം ഓഫ് ദി ഗ്ലട്ടണോസിൻ്റെ സിനോണിം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഗ്ലട്ടോണസിൻ്റെ സിനോണിം എന്താ? വെരി ഗ്രീഡി ആണ്. ഓപ്ഷൻ ഡി വെരി ഗ്രീഡി എന്നാണ്. 55ാമത്തെ ചോദ്യം, എവ്രിബഡി ഹാസ് ലെഫ്റ്റ് ദി ഹാൾ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എവ്രിബഡി ഹാസ് ലെഫ്റ്റ് ദി ഹാൾ ഡാഷ്. എന്താ? ഹാവിൻഡ് ദേ ആണ് കേട്ടോ, ഹാവിൻഡ് ദേ ആണ്. 56ാമത്തെ ചോദ്യം, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഹീ സെഡ് ടു മീ യു അലോൺ ക്യാൻ സേവ് ഹെർ. ഹീ സെഡ് ടു മീ യു അലോൺ ക്യാൻ സേവ് ഹെർ. എന്താ വരിക? ഹീ ടോൾഡ് മീ ദാറ്റ് ഐ അലോൺ കുഡ് സേവ് ഹെർ എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ഹീ ടോൾഡ് മീ ദാറ്റ് ഐ അലോൺ കുഡ് സേവ് ഹെർ. ഇനി 57ാമത്തെ ചോദ്യം, ഫിയാസ്കോയുടെ അർത്ഥം എന്താ? ഫോറിൻ വീടാണ്. ഫിയാസ്കോയുടെ മീനിങ് എന്താ? കംപ്ലീറ്റ് ഫെയിലർ ആണ്. ഓപ്ഷൻ സി കംപ്ലീറ്റ് ഫെയിലർ എന്നാണ്. 58ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ വൺ വേർഡ് ഫോർ ദ വിഷ്, ഡിസയർ ഓർ ഇൻറ്റൻഷൻ ടു ഹേർട്ട് സം വൺ. ദ വിഷ്, ഡിസയർ ഓർ ഇൻറ്റൻഷൻ ടു ഹേർട്ട് സം വൺ. അതിൻ്റെ വൺ വേർഡ് എന്താണ്? എന്താ വരിക? മാലീസ് ആണ്. ഓപ്ഷൻ ഡി ആണ് മാലീസ്. 59ാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് കപ്പാസിറ്റി ടു ഡാഷ് ദി വേൾഡ്. ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു ഡാഷ് ദ വേൾഡ്. എന്താ? പുൾ ഡൗൺ ആണ് കേട്ടോ, പുൾ ഡൗൺ. ഓപ്ഷൻ സി പുൾ ഡൗൺ. 60ാമത്തെ ചോദ്യം, ദ മിനിസ്റ്റർ അറൈവ്ഡ് ഡാഷ് ടൈം ടു ശ്യാം ആക്ട് ഡാഷ് ഹിസ് അങ്കിൾസ് അഡ്വൈസ്. The minister arrived dash time to Shyam has to acted dash his uncle's advice. എന്താ വരുന്നതിൻ്റെ ആൻസർ? ഓണും അപ്പോണും കേട്ടോ. ഒരു ഓണും അപ്പോണുമാണ്.
ഇനി നമ്മൾ 10 ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 മലയാളം ചോദ്യങ്ങളാണ്. പര്യായ പദങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? 1 സലിലമുണ്ട്, 2 ദ്രവ്യമുണ്ട്, 3 അമ്പു, 4 തോയം, 5 കൃത്സം. ഇതിൽ വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്? 1 സലിലം വരും, 2 മുല, 3 അമ്പു, പിന്നെ തോയം, പിന്നെ കൃത്സം. ഇതൊക്കെയാണ് ഇത് വെള്ളത്തിൻ്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നത്. 1, 3, 4, 5. ഓപ്ഷൻ ബി ആണ് വരിക. 1, 3, 4, 5. ഇനി 62ാമത്തെ ചോദ്യം ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. സതോചിതം = സത് പ്ലസ് ഉചിതം. 2 യഥോചിതം യഥാ പ്ലസ് ഉചിതം. 3 അത്യന്തം അതി പ്ലസ് അന്തം. 4 അധിഷ്ഠിതം അതി പ്ലസ് സ്ഥിതം. ഇതിൽ ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്താം. ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ എന്താണ്? ശരിയായ ജോഡികൾ തന്നെയാണ്. 63 വിപരീത പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തമം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഉത്തമം എന്നതിൻ്റെ വിപരീതം എന്താ? അധമമാണ്. ഓപ്ഷൻ ഡി അധമമാണ്. 64 ഉലക്കമൂട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉലക്കമൂട് എന്ന ശൈലിയുടെ അർത്ഥം എന്താ? നിസാരമാണ്. ഓപ്ഷൻ എ നിസാരം. 65 കയ്യ് കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ കിട്ടുന്ന രൂപം ഏതാണ്? കയ്യ് കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ കിട്ടുന്ന രൂപം ഏതാ? കൈകാലുകളാണ് കേട്ടോ. കൈകാലുകൾ. ഓപ്ഷൻ ബി കൈകാലുകൾ. 66 ഒറ്റപ്പദം എഴുതുക. മനസ്സിനെ രമിപ്പിക്കുന്നത്. മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? എന്താ മനസ്സിനെ രമിപ്പിക്കുന്നത്? മനോരമയാണ് കേട്ടോ. മനോരമ. ഓപ്ഷൻ ഡി മനോരമ. 67ാമത്തെ ചോദ്യം ശരിയായ വാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ്. ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടെത്തുക. 4 ഉണ്ട്. അതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ ഇത് കുട്ടികൾക്ക് കൂടി അറിയാം. ഓപ്ഷൻ ബി അവർ ഓരോ വീട് തോറും കയറി ഇറങ്ങി. 3 ന്യായാധിപൻ മദ്യപിച്ചതിന് പ്രതിയെ ശിക്ഷിച്ചു. ഓപ്ഷൻ ഡി ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. 68 പകരം പദം എഴുതാൻ വേണ്ടിയാണ്. ക്ഷണനം എന്നതിൻ്റെ ഒരു പദം ഏതാന്ന് കണ്ടെത്തുക. ക്ഷണനം എന്നതിന് അർത്ഥവത്തായ ഒരു പദം ഏതാ? സമാനപദം. ക്ഷണനം എന്നതിൻ്റെ സമാനപദം ഏതാ? വധമാണ്. ഓപ്ഷൻ ഡി വധം. 69ാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതാൻ വേണ്ടിയാണ്. ആശ നശിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആശ നശിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താ? ഹതാശനാണ് കേട്ടോ. ഹതാശൻ. ഓപ്ഷൻ ബി ഹതാശൻ. ഇനി 70 അനിശ്ചിതത്തിൽ തുടരുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. അനിശ്ചിതത്തിൽ തുടരുക. അനിശ്ചിതത്വത്തിൽ തുടരുക ഏതാ? ഹാങ് ഇൻ ദ ബാലൻസ് ആണ് കേട്ടോ. ഹാങ് ഇൻ ദ ബാലൻസ്. ഓപ്ഷൻ സി ആണ് ഹാങ് ഇൻ ദ ബാലൻസ്. അപ്പോൾ നമ്മൾ 70ഓളം ജിക്കും മലയാളവും ഇംഗ്ലീഷും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 20 സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത്. 71ാമത്തെ ചോദ്യം നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എത്രയാ? 20 ആണ്. ഓപ്ഷൻ ഡി 20 ആണ്. 72 നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാ നിലയിൽ വന്നത്? 1985-ലാണ്. 73 ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ ഏത് സ്വകാര്യ സ്ഥലവും യാതൊരു പരിഗണനയുമില്ലാതെ പ്രവേശിക്കാം. 2 സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ നയ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. 3 ക്രമസമാധാന പോലീസിൽ നിന്ന് അന്വേഷണ പോലീസിനെ വേർതിരിക്കാൻ പ്രദേശത്തെ ജനസംഖ്യ പരിഗണിച്ച് പോലീസ് മേധാവിക്ക് ഉത്തരവിടാം. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നല്ലേ കണ്ടെത്താം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ഇതിലെ ശരിയായ പ്രസ്താവനകൾ?
ഓപ്ഷൻ സി ആണ് കേട്ടോ. 2 മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനകളുള്ളൂ. ഇനി 74ാമത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ എ, നിയമം അനുസരിച്ച് കസ്റ്റഡിയിലുള്ള എല്ലാ സ്ത്രീകളുടെയും സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കൽ. ഓപ്ഷൻ സി, നിയമം അനുസരിച്ച് കസ്റ്റഡിയിലുള്ള എല്ലാ പൗരന്മാരുടെയും സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കൽ. ഓപ്ഷൻ ഡി, റോഡുകൾ, റെയിൽവേ പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കൽ. ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയെല്ലാം. അത് ഓപ്ഷൻ ഡിയിൽ കൊടുക്കേണ്ടത് ഓപ്ഷൻ ബിയിൽ കൊടുത്തു പോയതാണ്. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. റോഡുകൾ, റെയിൽവേകൾ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കലാണ് ഇത് പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി 75ാമത്തെ ചോദ്യം, എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഓപ്ഷൻ ബി, അന്വേഷണം ഏറ്റെടുക്കുകയും ക്രമസമാധാനം നടപ്പാക്കുകയും ചെയ്യേണ്ട സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഓപ്ഷൻ സി, സമൂഹത്തിന് പോലീസ് ചുമതലകൾ ഏൽപ്പിക്കുന്നതാണ്. ഓപ്ഷൻ ഡി, പോലീസ് സർവീസിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ ന്യായമായ പ്രാതിനിധ്യമാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഇതിലേതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗിന് കൃത്യമായ നിർവചനം എന്ന് കണ്ടുപിടിക്കാം. ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസാണ് ഇത് കമ്മ്യൂണിറ്റി പോലീസിംഗ്. 76, ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. 1, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഓപ്ഷൻ സി, ഇന്ത്യൻ പാർലമെന്റാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി, ഇന്ത്യൻ തെളിവ് നിയമം ഒരു നടപടിക്രമം അല്ല. ഓപ്ഷൻ ബി, ഇവയെല്ലാം തെറ്റാണ്. ഈ ബി കൊടുക്കേണ്ടത് ഡിയും ഡി കൊടുക്കേണ്ടത് ബിയും മാറിപ്പോയതാണ് അങ്ങോട്ട്. എന്താ ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഇവയെല്ലാം എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. തെറ്റാണ്, ഇവയെല്ലാം തെറ്റാണ്. 77ാമത്തെ ചോദ്യം, ടൈപ്പ് റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1812 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്താണ്? 1, ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു. 2, ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലിഫോൺ വരും. 3, ഇന്ത്യൻ തെളിവ് ആക്ടിൽ അത് വ്യക്തമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ പ്രസ്താവന വായിക്കുക. അതായത് ടൈപ്പ് റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1812 പ്രകാരം സ്വീകാര്യമാണ്. അപ്പോൾ ഈ താഴെ പറയുന്നവയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ നിഗമനത്തിൽ എത്താൻ വേണ്ടിയിട്ട് കോടതി അംഗീകരിച്ച യുക്തി എന്തായിരിക്കും? എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം ആയിരിക്കും കേട്ടോ. 1ഉം 2ഉമാണ്. 78ാമത്തെ ചോദ്യം, സത്യസന്ധതയില്ലാത്ത, വഞ്ചനയോടെ എന്നീ വാക്കുകൾ നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? സത്യസന്ധതയില്ലാത്ത, വഞ്ചനയോടെ എന്ന വാക്കുകൾ നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? എവിടെയാ? IPC 1860 ഇന്ത്യൻ പീനൽ കോഡ് 1860. 79ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് കണ്ടെത്താം. ഓപ്ഷൻ എ, മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന ക്രിമിനൽ നടപടി ചട്ടത്തിന് കീഴിൽ നടത്തുന്ന വിചാരണ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണവും അന്വേഷണമാണ്. ഓപ്ഷൻ സി, അന്വേഷണം എന്നാൽ എല്ലാ അന്വേഷണവും അർത്ഥമാക്കുന്നു. ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നടത്തുന്ന വിചാരണയേക്കാൾ. ഓപ്ഷൻ ഡി, ഒരു മജിസ്ട്രേറ്റ് നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള എല്ലാ നടപടികളും അന്വേഷണത്തിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി, ഇവയെല്ലാം. ഏതാ ഇതിൽ 4 പ്രസ്താവന വായിച്ചാൽ ഏതാ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് അന്വേഷണം എന്നാൽ എല്ലാ അന്വേഷണവും അർത്ഥമാക്കുന്നു. ഒരു മജിസ്ട്രേറ്റോ ഒരു കോടതിയോ നടത്തുന്ന ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നടത്തുന്ന വിചാരണയേക്കാൾ. ഇനി 80ാമത്തെ ചോദ്യം, വാറന്റ് കേസ് എന്നാൽ 1, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസാണ്. 2, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ബന്ധപ്പെട്ട കേസാണ്. 3, 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. 4, ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസ് സമൻസ് കേസ് അല്ല. ഇതിൽ ഏതൊക്കെയാണ് വാറന്റ് കേസ് എന്നതിന് അനുയോജ്യമായ പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ? 1, 2, 3 ആണ് കേട്ടോ. 1, 2, 3 ആണ്. ഓപ്ഷൻ
എ ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കാം. 81 നിങ്ങളുടെ കുട്ടി എൻ്റെ സംഘത്തിൻ്റെ കയ്യിലാണ്, 10,000 രൂപ അയച്ചില്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എ സെഡിൽ നിന്ന് സ്വത്ത് നേടുന്നു. എ നടത്തിയ നിയമലംഘനം എന്താണ്? അതായത് എ എന്നൊരു വ്യക്തി ഒരാളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ കുട്ടി എൻ്റെ സംഘത്തിന് കീഴിലാണ്, 10,000 രൂപ തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കുട്ടിയെ തിരിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു 10,000 രൂപ സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ സ്വത്ത് നേടുന്നു. അങ്ങനെയാണെങ്കിൽ എ നടത്തിയ നിയമലംഘനം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി കൊള്ളയടിക്കലാണ്. 82 താഴെ പറയുന്നതിൽ ഏതാണ് ഗുരുതരമായ മുറിവ് എന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? 1 എമാസ്കുലേഷൻ, 2 ഇരു കണ്ണുകളുടെയും കാഴ്ചയുടെയും സ്ഥിരമായ നഷ്ടം. ഇതിൽ ഏതാണ് ഗുരുതരമായ മുറിവ് എന്ന് നിയോഗിക്കപ്പെട്ടത്? ഏതാ? ഇവ രണ്ടുമാണ്. ഓപ്ഷൻ ഡി ഇവ രണ്ടും. 83 ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം ഏതാണ്? ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം ഏതാണ്? ഓപ്ഷൻ എ മര്യാദയും ഔചിത്യവും, ഓപ്ഷൻ ബി മുകളിൽ പരാമർശിച്ചവയെല്ലാം, ഓപ്ഷൻ സി സഭ്യവും മാന്യവുമായ ഭാഷ, ഓപ്ഷൻ ഡി അവസരോചിതമായ സഹാനുഭൂതി. ഏതായാലും ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, മുകളിൽ പരാമർശിച്ചവയെല്ലാം. 84 ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നത് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? എത്രയാ? 1 വർഷത്തെ കഠിന തടവാണ്. 85 ചോദ്യം, പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണ്? പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശാരീരിക ഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാ? 3 വർഷം തടവാണ്. 86 പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തുമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ള പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്നാണ്? പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന് കള്ള പരാതി നൽകിയാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എത്രയാണ് പരമാവധി? ഏതാ? 7 വർഷം തടവാണ് കേട്ടോ. 7 വർഷം തടവാണ്. 87 IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചേർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാ? 3 വർഷം തടവാണ്. 88 ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായിട്ട് കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താ? 7 വർഷം തടവും 10 ലക്ഷം പിഴയുമാണ്. 89 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം 3ാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിന്റെയോ രേഖയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാൻ കഴിയും? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിന്റെയോ രേഖയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാൻ കഴിയും? എത്രയാ? നോട്ടീസ് ലഭിച്ചിട്ട് 10 ദിവസത്തിനകമാണ്. 90ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില കാര്യങ്ങളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ വകുപ്പ് ഏതാണ്?
ഏതാ വകുപ്പ് 9 കേട്ടോ. വകുപ്പ് 9. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉള്ളത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൻ്റെ 10 ക്വസ്റ്റ്യനാണ്. ബാക്കി 90 ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കിട്ടുന്ന ആൾക്കാർ.